ഞങ്ങൾ സംസാരിച്ചു. സംസാരം എല്ലായ്പ്പോഴത്തെയും പോലെ സൗഹാർദ്ദപരമായിരുന്നു. CPI നിലപാടിലും CPM നിലപാടിലും നിൽക്കുന്നു. മാറ്റമൊന്നുമില്ല. അതേ നിലപാട് തന്നെയാണോ രണ്ട് പാർട്ടികൾക്കും? ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്താണ് ഇത് പദവി ചോദിച്ചതിന് ശേഷം ഒരു മാറ്റവും ഇല്ലെങ്കിൽ എന്താണ് ഫർദർ CPIയുടെ പല വഴികളുണ്ടല്ലോ, ആലോചിക്കാം. ഒരു പരിഹാരം കണ്ട കുറെ ദിവസങ്ങളായി ഇപ്പോൾ. അല്ല, പരിഹാരം ഉണ്ടാകുമല്ലോ എല്ലാത്തിനും. പരിഹാരം കാണാൻ വേണ്ടി ഇങ്ങനെ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ? നമുക്ക് നോക്കാം. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPI നിലപാടിൽ CPI നിൽക്കുന്നു, CPM നിലപാടിൽ CPM നിൽക്കുന്നു. അങ്ങനെ പോയാൽ പോരല്ലോ, അത് വലിയ തരത്തിലുള്ള അതിർത്തിക്കും ഒരു അഭിപ്രായ വിന്യാസത്തിന് കാരണമാകില്ലേ? അല്ല, ഏത് വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും CPIക്കും CPM തമ്മിൽ കാണാം. ശരിയപ്പം തൃപ്തനല്ല, ഇനിയും കാത്തിരിക്കാനാണോ? അങ്ങനെയൊന്നും നിങ്ങൾ മുൻപതിലേക്ക് പോകണ്ട. CPM ബന്ധത്തെ പറ്റി ഞങ്ങൾക്ക് നിലപാടുണ്ട്. LDFൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക്, ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ LDFൻ്റെ ഐക്യത്തിന് വേണ്ടി, ഒരുമിച്ചുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി CPIക്കും CPMനും ഒന്നിച്ചു പോകാമെന്നാണ്. അത്യാവശ്യമായ തീരുമാനങ്ങൾ CPIക്കും CPMനും എടുക്കാൻ കഴിയണം. ഒരു പദവിയെ ചൊല്ലി പാർട്ടി ഓഫീസിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്നു, തീരുമാനമാകുന്നില്ല. CPI വാസ്തവത്തിൽ അതിനകത്തൊരു അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇല്ല, ഇതൊന്നും അന്തിമവാക്കൊന്നുമല്ലല്ലോ. അപമാനമൊന്നുമില്ല. ഒരു വിട്ടുവീഴ്ചക്ക് CPM തയ്യാറാവുന്നില്ല എന്നാണോ? അപമാനമൊന്നുമില്ല ഇതിനകത്തൊന്നും. അപമാനം എന്താണ്? രാഷ്ട്രീയ സംസാരമല്ലേ, ചർച്ചയല്ലേ. അപമാനം എന്താണ്? അതുകൊണ്ട് ചർച്ച വിജയിച്ചിട്ടില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.